സാറേ ആ പ്രശ്നമായി സാറേ. മലയാളത്തിൽ പറയുമ്പോ പറയും മാങ്ങയുള്ള മാവിലേ കല്ലെറിയുള്ളൂ. സ്വാഭാവികമായിട്ട് ആ മാവുമ്പോ 40-42 മാങ്ങ അല്ല 42 ലക്ഷം മാങ്ങയുണ്ട്. നമ്മളൊരു എറിഞ്ഞിട്ടുണ്ട് 500 കൊണ്ടിട്ടുണ്ട്. പക്ഷെ 500 വീണുള്ളൂ. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. തല ഇപ്പൊ എങ്ങനെയുണ്ട്? ആകെപ്പാടെ ഒരു തരിപ്പ്. കണ്ണടച്ചാ മതി, തല ഒരുമാതിരി ഡബിൾ ഡെക്കർ ബസ്സിനെ പോലെ വലിപ്പം വെക്കും. ഇനി കുറച്ചാളത്തേക്ക് കേരളത്തിന് ഇനി നല്ല ക്ഷാമമായിരിക്കും. കാരണം മൊത്തം നമ്മുടെ കമന്റ് ബോക്സിലുണ്ട്. എന്നിട്ട് താമം ചെയ്തു ഞാൻ കേട്ടോണ്ടെങ്കിൽ പോകുന്നു. നിന്റെ അവസ്ഥ കാണുമ്പോ അവര് കബഡി കളിച്ചത് മൈതാനത്തല്ല നിന്റെ ദേഹത്താണെന്ന് തോന്നും. ഇനിയെങ്കിലും ഇത്തരം കൊച്ചു വർത്താനം പറയുന്നതിന് മുമ്പ് പായ നന്നായി കഴുകണം, മനസ്സിലായോ? പിന്നെ ഞങ്ങള് പണ്ടേ സ്ഥാനികളാ. നമ്മൾ ഈ റോസ്റ്റ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ കൺസെന്റ് എടുത്തൊരു ഇൻസൾട്ട് കോമഡിയാണ്. അയ്യോ വാ ഇരിക്കി പറയണ്ടേ. കോമഡിയാണ്. അപ്പൊ കോമഡിയുടെ വൈബിൽ കണ്ടാലേ ഇത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു കലയാണ്. ആളുകളെ ചിരിപ്പിക്കുക, രസിപ്പിക്കുക, വിസ്മയിപ്പിക്കുക. പക്ഷെ എന്നാലും ഇടയ്ക്കൊന്ന് കൺട്രോൾ ചെയ്തേക്കണം എന്നെ കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ എന്റെ കാര്യം. വായിക്കാത്ത മുണ്ടിരി കയറ്റും. ബാലകൃഷ്ണ, പിന്നെയും നീ നോൺസെൻസ് സംസാരിച്ചാൽ ഞാൻ കടുത്ത രീതിയിൽ പ്രതികരിക്കും. പറഞ്ഞില്ല, ലാസനം പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണ്. വിജയുടെ ഒരു എൻറ്റയർ പാർട്ട് ബാഡ് ആസ് ഞാൻ കഴിവേറിയാന്നാണ് എല്ലാരും പറയുന്നത്. 10 ഗുണം 10 ഗുണം. ലോകപ്രസിദ്ധനാ തനി രാവണൻ. ഒരാളെ ചീത്ത പറയണമെങ്കിൽ അവരെക്കാളും ഫോളോവേഴ്സ് കൂടുതലുള്ള ഒരാളെ ചീത്ത പറയാൻ പാടില്ല. അതെ, ശരിയാണ്. ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാ പറയില്ലല്ലേ. ഇത് 4.2 മില്യൺ ഉള്ള അബുവിനെയാണോടാ 42K ഉള്ള നീ കളിയാക്കുന്നത്? കുറച്ചുള്ള എന്റെ ചെവിയിൽ ഒഴുക്കി, എന്റെ ചെവിയും ചേഞ്ച് നാറി. അവനെ പുറത്താക്കി നീ ഇപ്പൊ പുറത്തായില്ലേ? അബു സാലിമിന് ഫോളോവേഴ്സ് ഇല്ല, കഴിവില്ലായിരുന്നു ഇയാൾ ഒന്നും പറയില്ല. നമ്മൾ കഴിവില്ലാത്ത ഒരാളെ കളിയാക്കൂല. സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി സർ. ഈ റോസ്റ്റ് ഗീവ് ആൻഡ് ടേക്ക് ആണെന്ന് ഇവർക്ക് ഇതുവരെ മനസ്സിലായി. ഈ റോസ്റ്റ് നമ്മൾ ചെയ്ത രണ്ടിനകത്തും ഗീവ് ആൻഡ് ടേക്ക് തന്നെയാണ് പോകുന്നത്. ഓ അങ്ങനെയാണല്ലേ, അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അളിയാ ഞാൻ ആത്മാർത്ഥത കൊണ്ടാ പറയുന്നത്. എന്താ അളിയാ ഇങ്ങനൊക്കെ പറയുന്നേ? സഹദേവനല്ലേ എന്റെ ആത്മാർത്ഥത്തെ കുറിച്ച് എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു കേൾപ്പിക്കണം. റിയാക്ടേഴ്സ് നിലപാടില്ലടാ. കാരണം റിയാക്ടേഴ്സ് രണ്ടു കൂട്ടരെ ഒരുപോലെ കൊണ്ടുപോകാനാണ് നോക്കുന്നത്. അതാണ് റിയാക്ടർ എന്ന് പറയുന്നത്. അപ്പോഴല്ലേ എല്ലാവരും ഒരുപോലെ വ്യൂ ഉണ്ടാവത്തുള്ളൂ. തന്റെ കഞ്ഞി തനിക്ക്, എന്റെ കഞ്ഞി എനിക്ക്. യഥാർത്ഥത്തിലുള്ള സത്യം പറഞ്ഞാൽ സാർ വിശ്വസിക്കില്ല. സാറെന്നല്ല ആരും വിശ്വസിക്കില്ല. താൻ പറഞ്ഞു നോക്ക്, വിശ്വസിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നമുക്കൊരു 4 ആൾക്കാരെ വെറുതെ ഒരു വൈകുന്നേരം ഇരുന്ന് കളിയാക്കിയിട്ട് വീഡിയോ ഇടുക എന്നുള്ള പർപ്പസ് അല്ല നമ്മളത് ചെയ്ത്. ഇതിന് അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. ഇവന് ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. നീ ഇവിടെ ഇരുന്ന് സംസാരിക്കടാ. താങ്ക് യു. അപ്പൊ അതിന് കറക്റ്റായ സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ കാറിന്റെ ഫ്രണ്ട് സീറ്റ് ഇരുന്ന് വീഡിയോ നീ ആർക്കിട്ടാ വയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടാ. ഞങ്ങളുടെ പരിപാടിയുടെ ഒരു വിറ്റ് WIT വിറ്റ് ആണ്, വീറ്റ് അല്ല. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം, തള്ളക്ക് വിളി ഒഴിച്ച്. ഞങ്ങളുടെ പരിപാടിയുടെ ഒരു വിറ്റ് WIT വിറ്റ് ആണ്, വീറ്റ് അല്ല. വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല. ഇതിപ്പോ കണ്ടോ, നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ച് ചാവും.